ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസിക്സ് ആയിരുന്നു അല്ലേ. ആ ബേസിക്സിൽ ഉള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ റെസിസ്റ്റൻസ്, ഓംസ് ലോ മുതലായ കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് റെസിസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഓംസ് ലോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറണ്ടിൻ്റെ കൺസെപ്റ്റ് അറിയണം, ശരിയല്ലേ? കറണ്ട് എന്താണെന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പം കറണ്ടിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഫ്ലോൻ്റെ ഓപ്പോസിറ്റാണ്, അങ്ങനത്തെ മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കറണ്ടിനുള്ളൊരു ഒപ്പോസിഷനാണ്. ഓക്കെ, ഈ പറഞ്ഞ കറണ്ടിനുള്ളൊരു ഒപ്പോസിഷനാണ് നമ്മൾ ശരിക്കും റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഒരു കണ്ടക്ടറിലെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒരു കണ്ടക്ടറിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഓക്കെ അതിന് വന്ന് കണ്ടക്ടർ എന്ന് പറയുന്ന സാധനം എന്താണ്? കണ്ടക്ടർ, വാട്ട് ഈസ് യുവർ കണ്ടക്ടർ? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ബോഡി അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആണ്, വിച്ച് അലൗസ്, കറക്റ്റ് ഡെഫിനേഷൻ തന്നെ എഴുതി തരാം, എ സബ്സ്റ്റൻസ് ഓർ എ ബോഡി, ഓക്കെ, സബ്സ്റ്റൻസ് ഓർ എ ബോഡി വിച്ച് അലൗസ് കറണ്ട് ടു ഫ്ലോ, അല്ലെങ്കിൽ പാസ്, ഓക്കെ, വാട്ട് എവർ, കറണ്ട് ടു പാസ് കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ, ഒരു ബോഡിയിലെ ഒരു സബ്സ്റ്റൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവുമെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കണ്ടക്ടർ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 2-3 ടേമുകളുണ്ട്, ഞാൻ അതൊന്നും പറയാം. ഓക്കെ, നേരത്തെ നമ്മൾ ഇലക്ട്രോഡൊക്കെ പറഞ്ഞു, അപ്പോൾ എന്താണെന്ന് കറക്റ്റ് ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിന് മുന്നേ ഡൈഇലക്ട്രിക് എന്താണെന്ന് പറയാം. ഡൈഇലക്ട്രിക് ഇതും നിങ്ങളിനി വരുന്ന സമയത്ത് കാണും, അപ്പോൾ ഞാൻ ഡൈഇലക്ട്രിക് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ പറയാം. അപ്പോൾ ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മെറ്റീരിയൽ മീഡിയമാണ്. എ മെറ്റീരിയൽ മീഡിയം ഇൻ വിച്ച് ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ എക്സിസ്റ്റ് ഇൻ എ സ്റ്റേഷനറി സ്റ്റേറ്റ്. ഓക്കെ, ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിൽ ഒരു മീഡിയം തന്നെയാണ് ആക്ച്വലി ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം തന്നെ. ഇത് കപ്പാസിറ്ററിലെ കേസിൽ വരുന്നതാണ്, അപ്പോൾ ഞാൻ പറയും എന്തായാലും. നല്ല ജസ്റ്റ് നിങ്ങളുടെ ഡെഫിനേഷൻ ഓർത്ത് വയ്ക്കുക. ഒരു മെറ്റീരിയൽ മീഡിയം തന്നെയാണ് ഇൻ വിച്ച് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ എക്സിസ്റ്റ് ഇൻ എ സ്റ്റേഷനറി സ്റ്റേറ്റ്. ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ആ മീഡിയത്തിന് വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ ആനോഡ് കാഥോഡ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എ കണ്ടക്റ്റിംഗ് എലമെൻറ്റ്. ഓക്കെ, അതെന്തെങ്ങനെയാണ്? ഒരു കണ്ടക്റ്റിംഗ് എലമെൻ്റ് ആണ്. എ കണ്ടക്റ്റിംഗ് എലമെൻറ്റ് യൂസ്ഡ് ഫോർ കൺവേയിങ് കറണ്ടിനെ കൺവേ ചെയ്യാൻ. നമ്മളൊരു സാധനം കൺവേ ചെയ്തൊരു സാധനം നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കൺവേ ചെയ്യുക അല്ലേ. അപ്പോൾ ടു കൺവേ കറണ്ട് ടു ആൻഡ് ഫ്രം എ മീഡിയം. ഓക്കെ, ഒരു മീഡിയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ടക്റ്റിംഗ് എലമെൻറ്റ് പോലെ ആക്ട് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ്. ഓക്കെ, നമ്മളത് പറഞ്ഞു അല്ലേ, ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മളെ റെസിസ്റ്ററിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മളെ റെസിസ്റ്റർ ആർ. ക്ലിയർ? അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, ഒരു കണ്ടക്ടർ ശരിക്കും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്താണ്? ഓപ്പോസിറ്റ് ടു ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ. അപ്പോൾ ശരിക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷനാണ് ഈ പറയുന്നത്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് എന്തിൻ്റെയൊക്കെ റേഷ്യോ. റെസിസ്റ്റൻസ് ഈസ് ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്സ് എൻഡ്. 2 എൻഡുകൾ ഉണ്ടാവും അല്ലേ, അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2 എൻഡിൻ്റെ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് വി. അപ്പോൾ അതിൻ്റെ റേഷ്യോ വി ഡിവൈഡഡ് ബൈ ടു ദ റിസൾട്ടിങ് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. ഓക്കെ, ടു ദ കറണ്ട്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്താണ്? വി ബൈ ഐ. ക്ലിയർ ആണല്ലോ? അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇവിടെ ഒരു ബാറ്ററി ഒരു സെല്ലോ എന്തോ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിനാണ് ഇ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇ കേട്ടോ. അപ്പോൾ ഈ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വി എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ വി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പൊട്ടൻഷ്യലിനെ വി. ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഞാൻ ഐ എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഈ എം എഫ് ആറാണ് ഈ വോൾട്ടേജ് അല്ലേ, ഈ വോൾട്ടേജ് ഇ എം എഫ് ആണ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് വി മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഈ റെസിസ്റ്ററിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഇത് റെസിസ്റ്ററിലാണല്ലോ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ അല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം റെസിസ്റ്റൻസ് എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് നമ്മൾ റെസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തടഞ്ഞു നിർത്തുക. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോന് ഒപ്പോസ് ചെയ്യുന്ന സാധനമാണ് ആര്, ആക്ച്വലി റെസിസ്റ്റൻസ് അല്ലേ. ആ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം, R = V/I എന്ന് എഴുതാം. ഓക്കെ, അപ്പം വാട്ട് ഹാപ്പൻസ് വെൻ, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഇതാണ് നമ്മൾ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇതിൽ വേറെ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ടാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ സർക്യൂട്ട് ഇപ്പം ഇതെങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇഫ് നിങ്ങളുടെ സർക്യൂട്ടിലെ കറണ്ട് ഡബിൾ ആവുകയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഹാഫ് ആവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഇതിലെ കറണ്ട് ഹാഫ് ആവുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും, ഇത് ഡബിൾ ആയിരിക്കില്ലേ, കാരണം 1/2 അല്ലേ. അപ്പോൾ 2 മുകളിലേക്ക് വരില്ലേ, അപ്പം ടോട്ടൽ റെസിസ്റ്റൻസ് 2. അപ്പോൾ അതായത് കറണ്ട് എന്നെ ശരിക്കും ഒപ്പോസ് ചെയ്യുന്ന ആളാണ് ആര്, നമ്മളെ റെസിസ്റ്റൻസ്. ഇപ്പോൾ നമ്മളെ റെസിസ്റ്റൻസ് ട്രിപ്പിൾ ആവുക എന്ന് പറയുന്നത് വിചാരിക്കുക, റെസിസ്റ്റൻസ് 3 ടൈംസ് ആയി. അപ്പോൾ കറണ്ട് എത്രയായിട്ടുണ്ടാവണം, അത് 1/3 ആയിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ റെസിസ്റ്റൻസ് 3 പ്രാവശ്യം ആവുള്ളൂ, ശരിയല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് അതിന് ഒപ്പോസിഷൻ, കറണ്ടിൻ്റെ ഒപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അതിന് പ്രൂഫാണ് പറഞ്ഞത്. ഓക്കെ, ഇനി യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓം. ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഓം എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താലും കറക്റ്റാണ്. ഓക്കെ, അപ്പം 1 ഓം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ഓം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു കണ്ടക്ടറിന് 1 ഓം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട് അക്രോസ് ഇറ്റ്സ് എൻഡ്സ്. അല്ല, 2 എൻഡിലും 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. എന്ത് ഫ്ലോ ചെയ്യാണ്, 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ചില സ്ഥലത്ത് നിങ്ങൾ വേറൊരു ടേം കണ്ടുമുട്ടും, റിയോസ്റ്റാറ്റ് എന്നും പറഞ്ഞു. ഓക്കെ, എന്താണ് റിയോസ്റ്റാറ്റ്, ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞേക്കാം എന്താണ് റിയോസ്റ്റാറ്റ്. അതായത് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ, റെസിസ്റ്റൻസ് ഈസ് വെരി യൂസ്ഫുൾ വെൻ ഫ്ലോ ഓഫ് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഉപകരിക്കും ഈ സാധനം. കാരണം നമ്മളിവിടെ റെസിസ്റ്റൻസ് കറണ്ട് മാറുന്നതനുസരിച്ച് നമുക്ക് റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്ലോ ഓഫ് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റെസിസ്റ്റൻസ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഈ ഒരു കമ്പോണൻറ്റിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യത്തിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, ആ കൺട്രോൾ ചെയ്യുന്ന ആ കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് റിയോസ്റ്റാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വലിയ വലിയ സർക്യൂട്ടുകളിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കാണും റിയോസ്റ്റാറ്റ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇതൊരു മോട്ടറാണെന്ന് വിചാരിക്കും, ഇവിടെ ഒരു സെല്ലുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു സിമ്പിൾ കാണാമെന്ന് വിചാരിക്കും. ഈ റെസിസ്റ്റർ സാധാരണ ഉള്ളത്, അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ക്രോസ്, ഒരു ആരോ മാർക്ക്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് റിയോസ്റ്റാറ്റ്. ഇങ്ങനെ ആരോ മാർക്ക് ഉണ്ടാക്കിയാൽ മനസ്സിലാക്കുക, നിങ്ങളുടെ മോട്ടറിൻ്റെ അതായത് മോട്ടറിലേക്ക് ഇതും കൂടി ആഡ് ചെയ്യുവാണല്ലോ. അപ്പോൾ റിയോസ്റ്റാറ്റ് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്, നമ്മളുടെ റെസിസ്റ്റർ അല്ലെങ്കിൽ നമ്മളെ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി കോൾഡ് ആസ് ആൻ അഡ്ജസ്റ്റബിൾ, ഇതാണ് അതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ, അഡ്ജസ്റ്റബിൾ റെസിസ്റ്റർ എന്ന് പറയുന്ന സാധനമാണ് റിയോസ്റ്റാറ്റ്. ക്ലിയർ അല്ലേ. അപ്പോൾ റിയോസ്റ്റാറ്റിൻ്റെ ഉപയോഗം ഉണ്ടാവുകയാണ്, ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഫോർ ദ യൂസ് വെൻ ദിയർ കറണ്ട് വിൽ ബി ചേഞ്ചിങ്, ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. അപ്പം ഈ മോട്ടറിൻ്റെ കേസിൽ നമുക്ക് എന്താ പറയാം, റെസിസ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ. എന്ത് കൺട്രോൾ ചെയ്യാം, മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഉപകരിക്കും ഇത്. കാരണം കറണ്ടിൻ്റെ ഇൻക്രീസോ ഡിക്രീസോ നിർണ്ണയിക്കുന്ന ആളായതായിട്ട് മാറും, പിന്നെ റിയോസ്റ്റാറ്റായിട്ട് മാറും. റിയോസ്റ്റാറ്റ് ശരിക്കും ഇത് ഇങ്ങനെ ഒരു വലിയ ഫിഗറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു നോബ് ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ ഈ നോബ് ഇങ്ങോട്ടാക്കാം അല്ലെങ്കിൽ ഇങ്ങോട്ടാക്കാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്. ഓക്കെ,
അപ്പം ഇങ്ങോട്ടാക്കുക എന്ന് വെച്ചാൽ വാട്ടവർ അത് കൂടുകയോ കുറയോ അങ്ങനെ മാറ്റാം. അപ്പോൾ അങ്ങനെ മാറ്റുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഒരു മോട്ടർ ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഈ റിയോസ്റ്റാറ്റിന് സാധിക്കും. സ്പീഡ് റിയോസ്റ്റാറ്റ് ഇങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ സ്പീഡ് കൂടും. ഇങ്ങനെ റിയോസ്റ്റാറ്റിൻ്റെ നോബ് ഇവിടെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ സ്പീഡ് കൂടും, ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് എന്ത് ചെയ്യും, കുറയും. അങ്ങനെ സ്പീഡ് കൺട്രോളിന് നമുക്ക് ആരെ കൊണ്ട് ഉപയോഗമുണ്ട്, നമ്മുടെ റിയോസ്റ്റാറ്റിനെ കൊണ്ട് ഉപയോഗമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ റിയോസ്റ്റാറ്റിൻ്റെ കുറേ ഉപയോഗങ്ങളാണ്. ലൈറ്റ് ഡിം ചെയ്യുക. ഓക്കെ, ലൈറ്റ്സില്ലേ, ഡിം ലൈറ്റ്സിൽ ഉപയോഗിക്കുക. അതുപോലെ ലൗഡ്നെസ് കൺട്രോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ റിയോസ്റ്റാറ്റിൻ്റെ ഒരു പർപ്പസാണ്. റെസിസ്റ്റൻസ് പറഞ്ഞതുകൊണ്ട് റിയോസ്റ്റാറ്റ് കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ അല്ലേ? അപ്പം ഏറ്റവും വലിയ പർപ്പസ് നമ്മൾ റെസിസ്റ്റൻസ് ആയാലും റിയോസ്റ്റാറ്റ് ആയാലും രണ്ടും റെസിസ്റ്റർ തന്നെയാണല്ലോ ബേസിക്കലി. പർപ്പസ് എന്താണ്? നമ്മളുടെ കറണ്ട് ഫ്ലോനെ കൺട്രോൾ ചെയ്യാം. അതായത് ടു കൺട്രോൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്ലോ ഓഫ് കറണ്ട് ക്യാൻ ബി കൺട്രോൾഡ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ. കറണ്ട് ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ സഹായിക്കും, ആരെ കൊണ്ട് സാധിക്കും? നമ്മുടെ റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് റെസിസ്റ്റൻസിനെ കുറിച്ച് പറയാനുള്ള പോയിന്റ്. ഇനി അടുത്ത റെസിസ്റ്റൻസ് റിലേറ്റ് ചെയ്ത പോയിന്റാണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ റിയോസ്റ്റാറ്റിൻ്റെ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ്. ക്ലിയർ? കണ്ടക്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നത് ജി കൊണ്ടാണ്, ക്യാപിറ്റൽ ജി. ക്ലിയർ അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/r ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ ജീൻ്റെ ഡെഫിനേഷൻ എന്തായിരിക്കും, ജി, കണ്ടക്റ്റൻസ് ജി എന്ന് പറഞ്ഞാൽ 1/r ആണ്. അപ്പോൾ 6 ഓംസിലാണല്ലോ യൂണിറ്റ്. അപ്പോൾ ജി എന്തായിരിക്കും, ആയിട്ട് വരും. ഈ ഓം ഇൻവേഴ്സ് നേരെ ഇൻവേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്റ്റൻസിനെ ഓം ഇൻവേഴ്സ് എന്ന് റിപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കണ്ടക്റ്റൻസിൻ്റെ സിമ്പൽ ഉണ്ട്, അതിന് സിമൻ. സിമ്പിൾസ് ഒക്കെ ഓർത്ത് വയ്ക്കണേ, യൂണിറ്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കണേ. ക്ലിയർ? അപ്പോൾ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് എന്ത്, സിമൻ. ഓക്കെ, അപ്പോൾ നമുക്കത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ പറയാം. ഒരു ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോ കണ്ടക്റ്റൻസ് എന്നാണ്. ഇത് കണ്ടക്റ്റൻസ് ആണ്, മറന്നു പോരുത് കേട്ടോ, കണ്ടക്റ്റൻസ്. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ലോ ഇൻഡക്റ്റൻസ് എന്ന് പറയാം. ഒന്നെങ്കിൽ ജി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സിമൻ്റെ യൂണിറ്റ് ചിലപ്പോൾ എസ് എന്ന് നിങ്ങൾ കാണും. ഓക്കെ, സിമൻ്റെ യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യും, എസ് എന്ന് കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ സിമൻ രണ്ടായാലും കണക്കാണ് നമ്മുടെ കാര്യത്തിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ജി ഈസ് ഈക്വൽ ടു 1/r. കണ്ടക്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്, 1/r. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കണ്ടക്റ്റൻസ്. ക്ലിയർ അല്ലേ? അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ പഠിക്കാനുള്ള പോയിന്റ്. ഓക്കെ, ഇനി ലോ ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ കാൽക്കുലേഷൻ, ലോ ഓഫ് റെസിസ്റ്റൻസ് നമ്മളവിടെ ഓംസ് ലോയിൽ പറയുന്ന ലോ ആണ് കേട്ടോ. അപ്പോൾ അതവിടെ പറയാം. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ കാൽക്കുലേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ, നിങ്ങളുടെ റെസിസ്റ്റൻസിൻ്റെ നമുക്ക് റെസിസ്റ്റൻസ്, ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിൽ 3 ക്വാണ്ടിറ്റികളാണ്, 2 ക്വാണ്ടിറ്റികളാണ് കാര്യമായിട്ട് ഉണ്ടാവുക. അതായത് ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ലെങ്ത്ത് L ഉണ്ട്, അതുപോലെ അതിനൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ഉണ്ടാവും. ഓക്കെ, ഇതൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ലെങ്ത്തും ഇതെന്താണ്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ Aയും ആണ്. ശരിയല്ലേ? അപ്പം ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ കുറച്ചുകൂടി വലുതാക്കി വരക്കുവാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ വരക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ലെങ്ത്ത്, ഇതാണ് എൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഒരു വയറോ എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ള ചോദ്യം വളരെയധികം പ്രസക്തമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ആക്ച്വലി. ഓക്കെ, അപ്പം കാൽക്കുലേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട്, നിങ്ങൾക്കൊരു ലെങ്ത്ത് എയും ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് R ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ R ഈസ് പ്രൊപ്പോർഷണൽ ടു, പ്രൊപ്പോർഷണാലിറ്റി ആദ്യം പഠിക്കും, പ്രൊപ്പോർഷണൽ ടു ലെങ്ത്ത് ബൈ എ. R ഈസ് പ്രൊപ്പോർഷണൽ ടു L/A. അല്ലെങ്കിൽ നമുക്ക് എഴുതാം R ഈസ് ഈക്വൽ ടു, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റൻറ്റ്, അതാണ് റോ L/A. R ഈസ് ഈക്വൽ ടു റോ L/A. L ലെങ്ത്ത്, A എന്താണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ.
ഓക്കെ, ഈ റോ എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിലും ഇതിന് ഇമ്പോർട്ടൻസ് ഇതിൻ്റെ പേരും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കാം. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയാണ്. ഓക്കെ, റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പേര് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. ക്ലിയർ, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയലിൻ്റെ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് ചോദിക്കാം. അതായത് സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, സ്പെസിഫിക് റെസിസ്റ്റൻസ് റോയിൻ്റെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ, എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയലിൻ്റെ നേച്ചർ, മെറ്റീരിയൽ എങ്ങനെ ഇരിക്കുന്നു, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, മെറ്റീരിയലിൻ്റെ നേച്ചറിന് ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൾ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളെ റെസിസ്റ്റൻസിൻ്റെ കാൽക്കുലേഷൻ. ക്ലിയർ? അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ, അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ ആക്ച്വൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ദ, റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് റെസിസ്റ്റൻസ് അല്ലേ, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ 1 meter of length, 1 meter length of wire, 1 meter length of wire material having a cross section of 1 meter square. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സാധനത്തിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ 1 മീറ്റർ ലെങ്ത്തും ഇതും ഏരിയ ഒന്നാണെങ്കിൽ നമുക്ക് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം, അത് നമ്മുടെ റെസിസ്റ്റൻസ് തന്നെയാണ്, ശരിയല്ല? കാരണം ഇവിടെ ഒന്നല്ലേ വരിക. അപ്പോൾ ആൻസർ എന്താ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റെസിസ്റ്റൻസ് എന്ന് തന്നെ വിളിക്കാം. ക്ലിയർ? പിന്നെ റെസിസ്റ്റൻസിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ SI യൂണിറ്റ് ആണ്. റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റിവിറ്റിൻ്റെ SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഓം മീറ്റർ. ഓം മീറ്റർ ആണ് ഇതിൻ്റെ യൂണിറ്റ്. എങ്ങനെ ഈ ഓം മീറ്റർ വരുന്നത്, ഓം മീറ്റർ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ നോക്കൂ. അതായത് റോ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ റോ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് എടുക്കാമല്ലോ. അപ്പോൾ R × A/L എന്ന് എഴുതാമല്ലോ. നിങ്ങൾ ഓർക്കണേ, റോനെയാണെന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R × A/L വരും അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ എഴുതാം ഞാൻ. അപ്പോൾ റെസിസ്റ്റൻസിന് യൂണിറ്റ് അറിയാം, എന്താണ്, ഓം ആണ്. ഏരിയൻ്റെ യൂണിറ്റ് എന്താ, മീറ്റർ സ്ക്വയർ ആണ്. ലെങ്ത്തിന് യൂണിറ്റ് എന്താ, മീറ്റർ. അപ്പോൾ ഈ മീറ്ററും കട്ടാവും. ലാസ്റ്റ് വരുന്ന സാധനമാണ് എന്ത്, ഓം മീറ്റർ. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ? അങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് എന്ത് വരുന്നത്, ഓം മീറ്റർ എന്ന് വരുന്നത്. ഓക്കെ, ഓരോ മെറ്റീരിയലിനും ഇപ്പോൾ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആർ ഹാവിങ് ഡിഫറെൻറ്റ് റെസിസ്റ്റിവിറ്റീസ്. ഓക്കെ, റെസിസ്റ്റിവിറ്റികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ പോയിന്റ് കൂടി വേണമെങ്കിൽ എഴുതി വെച്ചോ. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെൻറ്റ് റെസിസ്റ്റിവിറ്റീസ്. ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റിവിറ്റിയാണ്. ഓക്കെ, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെൻറ്റ് റെസിസ്റ്റിവിറ്റീസ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നമ്മൾ റെസിസ്റ്റിവിറ്റിൻ്റെ കാര്യത്തിൽ ഓർക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചത് റെസിസ്റ്റൻസ് പഠിച്ചു, കണ്ടക്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, റെസിസ്റ്റിവിറ്റി എന്താണെന്ന് പഠിച്ചു, ശരിയല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റിയാണ്. ഓക്കെ, എന്താണ് കണ്ടക്ടിവിറ്റി? നമ്മൾ നേരത്തെ കണ്ടക്റ്റൻസ് പറഞ്ഞു. എന്താണ് കണ്ടക്റ്റൻസ്? G അല്ലേ. G എന്ന് പറഞ്ഞാൽ 1/R. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്, സിമൻ. ഓർക്കുന്നില്ലേ, സിമൻ, S. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ്, ഓം ഇൻവേഴ്സ്. കാരണം ഇതല്ലേ ഇൻവേഴ്സ്. അല്ലെങ്കിൽ ഈ ഓം ഇൻവേഴ്സിനെ വേറൊരു പേരിട്ടും വിളിക്കും, മോ. ഇത് തിരിച്ചെഴുതിയാൽ മോ ആയില്ലേ. അപ്പോൾ ഓം ഇൻവേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, മോ എന്നും വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റും കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്യാം. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്, കണ്ടക്റ്റൻസ് എന്താ, കണ്ടക്ടിവിറ്റി അല്ലേ. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ്
റെസിസ്റ്റിവിറ്റി. ക്ലിയർ? റെസിസ്റ്റിവിറ്റീൻ്റെ റെസിപ്രോക്കലാണ് ആര്? നമ്മളുടെ കണ്ടക്ടിവിറ്റി. ഓക്കെ അല്ലേ? അപ്പം ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? റോ കണ്ടല്ലേ. കണ്ടക്ടിവിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന സിഗ്മ, ഇതിൻ്റെ പേരാണ് സിഗ്മ. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ റൈറ്റ് സിഗ്മ ഈക്വൽ ടു 1/ρ. ഇതാണ് ഫോർമുല. ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 റെസിസ്റ്റിവിറ്റി ആണ്. സോ സിഗ്മ ഈക്വൽ ടു 1/ρ. അപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ അതെ. അപ്പം ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് എന്താ പഠിച്ചത് നിങ്ങൾ? റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് എന്താ പഠിച്ചത്? ഓം മീറ്റർ. ശരിയാണല്ലോ. അപ്പോൾ കണ്ടക്ടിവിറ്റീൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കണ്ടക്ടിവിറ്റിൻ്റെ യൂണിറ്റ് ഇതിൻ്റെ നേരെ ഇൻവേഴ്സ്. അപ്പോൾ ഓം മീറ്റർ ഇൻവേഴ്സ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയാം. ഈ ഓം ഇൻവേഴ്സിന് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മോ എന്ന് എഴുതാം. മീറ്റർ ഇൻവേഴ്സ് അവിടെ തന്നെ എടുക്കട്ടെ. ഈ ഓം ഇൻവേഴ്സിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മോന്ന് എഴുതാം, ഓം ഇൻവേഴ്സിന് എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? സിമെന്ന് എഴുതാം. അപ്പോൾ എന്ത് എഴുതാം? സിമൻ മീറ്റർ ഇൻവേഴ്സ്. അങ്ങനെ പല ടൈപ്പിൽ എഴുതാം. കൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ മതി. ഇല്ല, അപ്പോൾ കണ്ടക്ടിവിറ്റി എങ്ങനെയൊക്കെ എഴുതാം? നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റായ ഓം മീറ്ററാണ്. ഓം മീറ്ററിൻ്റെ ഇൻവേഴ്സ് ആണ് ആര്? കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോ ആണ്. അപ്പോൾ മോ മീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാലാണ് നമുക്ക് കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് അല്ലേ. അപ്പോൾ ഓം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? സിമൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സിമൻ മീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ സിമൻ പെർ മീറ്റർ എന്നോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഓപ്ഷനിൽ തരിക. ഓപ്ഷനിൽ തരുന്ന മൊത്തം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നോട്ട്. ഇതാണ് കണ്ടക്ടിവിറ്റീൻ്റെ പരിപാടികൾ. അപ്പോൾ കണ്ടക്റ്റൻസ് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്, കണ്ടക്ടിവിറ്റി റെസിസ്റ്റിവിറ്റീൻ്റെ ഇൻവേഴ്സ്, സിമ്പൽ ഓർക്കുക സിഗ്മ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇത്രയും പോയിൻറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ കണ്ടക്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം, അപ്പോൾ കണ്ടക്റ്റൻസിൻ്റെ കാര്യങ്ങൾ ക്ലിയറായി. ഓംസ് ലോ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ എന്താണ് ഓംസ് ലോ? അപ്പോൾ വോൾട്ടേജും കറണ്ടും റിലേഷൻഷിപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചല്ലോ. റെസിസ്റ്റൻസ് പറഞ്ഞാൽ V/I എല്ലാം പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി ഓംസ് ലോയിലേക്ക് വരുന്നതിൽ പ്രശ്നമില്ല. ഓക്കെ, ഇത് ആക്ച്വലി റെസിസ്റ്റൻസിന് മുന്നെയാണ് എടുക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ലോ പഠിക്കേണ്ട ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം റെസിസ്റ്റൻസ് പഠിപ്പിച്ചത് കേട്ടോ. അപ്പം ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. എങ്ങനെ? എവിടെ? ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്തതാണ് ആളാര്? നമ്മളെ ജോർജ് സൈമൺ ഓം. ജോർജ് സൈമൺ ഓം. അതുകൊണ്ടാണ് അതിന് ഓംസ് ലോ എന്നും പറഞ്ഞ് വിളിക്കുന്നത്. ക്ലിയർ? അയാളുടെ പേര് ആയിട്ട് അത് ഇട്ടതാണ്. അപ്പോൾ എന്താണ് ഓംസ് ലോൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്നുണ്ട്. ഇതാണ് ഓംസ് ലോയുടെ ഡെഫിനേഷൻ. എന്താണ്? ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ്സ് പ്രൊവൈഡഡ് ദ ഫിസിക്കൽ കണ്ടീഷൻസ്. അതായത് ടെമ്പറേച്ചർ, സ്ട്രെയിൻ ഒന്നും മാറാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മൾ ഓംസ് ലോ ഒക്കെ പണ്ട് പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താ പഠിക്കുക എന്ന് വെച്ചാൽ V പ്രൊപ്പോർഷണൽ ടു I എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെയല്ല ആക്ച്വലി ഡെഫിനേഷൻ പറയുന്നത്. ഡെഫിനേഷൻ ഈസ് സെയിങ് ദാറ്റ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തിന് പ്രപ്പോർഷനാണെന്ന് പറയുന്നത്? അത് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജിന് പ്രപ്പോർഷനാണെന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് എൻഡിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. രണ്ടാണ് ഞാൻ പറഞ്ഞു. പൊട്ടൻഷ്യൽ കറണ്ട് എപ്പോഴേ ഫ്ലോ ചെയ്യുള്ളൂ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഫ്ലോ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ കറണ്ട് ഫ്ലോയിങ് ഈസ് പ്രപ്പോർഷണൽ ടു ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതാണ് ഓംസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I പ്രപ്പോർഷണൽ ടു ആണെന്ത്? V. ഓക്കെ, കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ? ഫിസിക്കൽ കണ്ടീഷനുകൾ മാറാൻ വേണ്ടി പാടില്ല. എന്തൊക്കെ ഫിസിക്കൽ കണ്ടീഷൻ? ടെമ്പറേച്ചർ, സ്ട്രെയിൻ മുതലായ കണ്ടീഷനുകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ വേണ്ടി പാടില്ല. ആ പോയിന്റും കൂടി നോട്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ I പ്രപ്പോർഷണൽ ടു V എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇത് നമുക്ക് V/I എന്ന് എഴുതാം. ഈ V/I എന്ന് പറയുന്ന സാധനമാണ് നമ്മളുടെ ഒരു കോൺസ്റ്റൻ്റ് ആണത് ആക്ച്വലി. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ജോർജ് സൈമൺ വിളിച്ചത് റെസിസ്റ്റൻസ് എന്നും പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചത്. ക്ലിയർ? അതാണ് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ്. ഓക്കെ അല്ല. അപ്പോൾ റെസിസ്റ്റൻസിന് നമുക്ക് ഒന്നെങ്കിൽ റെസിസ്റ്റൻസിന് ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ലോ പ്രകാരമാണ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്.
ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ഫ്ലോൻ്റെ ഒപ്പോസിഷനാണെന്നും പറയാം. ഓക്കെ, രണ്ടായാലും ഈക്വലാണ്. ഇതാണ് അതിൻ്റെ ബേസിക്. ഇവിടെ നിന്നാണ് നമ്മൾ ശരിക്കും അങ്ങോട്ടേക്ക് പോകേണ്ടത്. ബട്ട് ഒരു ലോ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് പോയത്. ക്ലിയർ ആയോ? അപ്പോൾ കറണ്ടാണ് എന്താ, അപ്പോൾ ഇതിൻ്റെ ഈ വോൾട്ടേജ് ബൈ കറണ്ടിൻ്റെ പ്രൊപ്പോർഷണാലിറ്റിയാണ് നമ്മൾ ആക്ച്വലി ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് എന്ത്, റെസിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് പോയിൻറ്റുകൾ, ഇത് എയും ഇത് ബിയും. ഓക്കെ, എയും ബിയും. ഇതിൻ്റെ ഇടയിലുള്ളൊരു റെസിസ്റ്റർ ഉണ്ടാവും, ഇതിലെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഒരു കണ്ടക്ടറിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് അല്ലെങ്കിൽ ഏതിൻ്റെ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്നത്, രണ്ട് പൊട്ടൻഷ്യലിൻ്റെ അക്രോസ്, രണ്ട് പോയിൻറ്റ്സിനിടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ശരിയല്ലേ? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ വി എന്ന് പറഞ്ഞു വിളിക്കുന്നത്. അതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ അല്ലേ? ഈ സാധനം, അതായത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ കറണ്ട് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരിക്കലും മാറ്റൂല. ആ കോൺസ്റ്റൻ്റാണ് നമ്മൾ ആർ എന്ന് വിളിച്ചത് അല്ലേ? ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സപ്പോസ് ഈ വോൾട്ടേജ് ഡബിൾ ആവുകയെന്ന് വിചാരിക്കും, അതായത് വോൾട്ടേജ് 2 ടൈംസ് ആവുകയാണ്. നമുക്ക് ആൻസറിൽ കറണ്ട് എപ്പോഴും റെസിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആവണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ കറണ്ടും ഡബിൾ ആവേണ്ടി വരില്ലേ, നല്ല 2 കട്ട് ചെയ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ വോൾട്ടേജ് ഈസ് ഇൻക്രീസിങ്, നിങ്ങളുടെ കറണ്ടും എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. എന്നാൽ ഇൻക്രീസും കട്ടായിട്ട് കോൺസ്റ്റൻ്റ് ആവുള്ളൂ. നേരെ മറിച്ച് ഇപ്പം വോൾട്ടേജ് ഹാഫ് ആവുകയാണെങ്കിൽ കറണ്ടും ഹാഫ് ആവണം, എന്നാൽ ഇത് രണ്ടും കട്ടായിട്ട് ആർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പോൾ എപ്പോഴും ആ ഒരു ടെർമിനോളജി എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ള പോയിന്റ് വളരെ വ്യക്തമായിട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇങ്ങനൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ് കിട്ടുക. എന്താണ് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വോൾട്ടേജും കറണ്ടും നമ്മൾ പ്ലോട്ട് ചെയ്യുവാണ്, ഒരു 2 ആക്സിസിൽ പ്ലോട്ട് ചെയ്യുവാണ്. ഇത് വോൾട്ടേജ് വൈ ആക്സിസും ഇത് എക്സ് ആക്സിസും, ശരിയല്ലേ, കറണ്ടിൻ്റെ. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ പോയിൻ്റ് എടുത്തോ, ഞാനീ പറഞ്ഞ പോലെ 1, 2, 3 എന്ത് പോയിൻ്റ് എടുത്താലും നിങ്ങൾ ഇവിടെ 1 കൊടുത്തതിന് ഇവിടെ 1 കൊടുക്കണം, എന്നാലേ കോൺസ്റ്റൻ്റ് ആവുള്ളൂ. ഇവിടെ 2 കൊടുത്തതിന് ഇവിടെ 2 കിട്ടണം, ഇവിടെ 3 കൊടുത്ത ഇവിടെ 3 കിട്ടണം, 4 കൊടുത്ത് 4 കിട്ടണം, അങ്ങനെ കിട്ടിയേ പറ്റൂ. ക്ലിയർ അല്ലേ? അപ്പം ഇതൊക്കെ കൂടി ഒരു മീറ്റിംഗ് പോയിന്റിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ കോൺസ്റ്റൻറ്റ് കർവ്. ക്ലിയർ? ഈ കർവിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ കർവ്. ഇതിനെ ആംഗിൾ തീറ്റ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ തീറ്റ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ വാട്ട് വി ഹാപ്പൻസ്, ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചെറിയൊരു പോർഷൻ എടുക്കുക, ഈ ഒരു സൈഡിലുള്ള പോർഷൻ എടുക്കുക, അതിനാണ് സ്ലോപ്പ് എടുക്കുക എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നതാണ് നമ്മുടെ എന്ത്, വോൾട്ടേജ്, ഇവിടെ ഉണ്ടാകുന്നതാണ് എന്ത്, കറണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വാട്ട്, വി വൈ ഡിവൈഡഡ് ബൈ എക്സ്, വി ബൈ ഐ, അതാണ് ആർ. ക്ലിയർ? സ്ലോപ്പ് നമുക്ക് ആറാണ് കിട്ടിയത്. ഇനി സ്ലോപ്പിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ആംഗിൾ രൂപത്തിൽ എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി ടാൻ തീറ്റ എന്നുള്ള പോയിൻറ്റും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഒരു ആംഗിളിൻ്റെ രൂപത്തിലാണ് നിങ്ങൾ സ്ലോപ്പ് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ലോപ്പ് വിൽ ബി ടാൻ തീറ്റ. സോ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. അപ്പോൾ ഒരു വോൾട്ടേജും കറണ്ടും പ്ലോട്ട് ചെയ്ത് നിങ്ങളിങ്ങനെ വരക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ലോപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്ലോപ്പ് എന്തിന് ഇക്വലൻ്റ് ആണ്, റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആണ്. ആ റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയ സ്ലോപ്പ് എങ്ങനെ നമുക്ക് എഴുതാം, ആ സ്ലോപ്പ് നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഓംസ് ലോനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിക്കലി നമുക്ക് ഈ ഓംസ് ലോനെ കുറിച്ച് വളരെ വിശദമായിട്ട് അറിയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബാക്കി കുറച്ച് യൂണിറ്റുകളും കാര്യങ്ങളും പിന്നെ റെസിസ്റ്റൻസിൻ്റെ കളർ കോഡ് മുതലായ സാധനങ്ങളുമാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വരുന്ന വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലിയർ അല്ലേ? ഓംസ് ലോൻ്റെ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? റെസിസ്റ്റൻസ് ക്ലിയർ ആയില്ലേ? ലോസ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞു, കാൽക്കുലേഷൻ പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ കണ്ടക്റ്റൻസ് പറഞ്ഞു, കണ്ടക്ടിവിറ്റി പറഞ്ഞു, ഓർക്കുന്നില്ലേ? കണ്ടക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? കണ്ടക്ടിവിറ്റിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു, സിമൻ മീറ്റർ ഇൻവേഴ്സ് അല്ലേ? എവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഇതെവിടെ,
സിമൻ മീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതിയിട്ടില്ലേ? ഇതാ സിമൻ മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ സിമൻ പെർ മീറ്റർ അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് എല്ലാം കണക്കാണ്. മോ മീറ്റർ ഇൻവേഴ്സ് എല്ലാം ഈക്വലാണ് അല്ലേ? കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഈ ലോസ് ഓഫ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസിൻ്റെ പ്രൊപ്പോർഷണാലിറ്റിയും കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ ഈക്വലൻ്റ് ആണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പോയിൻറ്റുമായിട്ട് എന്തായാലും നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാരണം ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിക്കും. അത് പിന്നെ കുറച്ച് ക്ലാസ്സുകൾ എത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്യാം, എന്നാലേ കാര്യമുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, ദെൻ താങ്ക് യു.